UDF ഭരണകാലത്ത് വലിയ ചർച്ചാ വിഷയമായ ഒന്നായിരുന്നു മദ്യനയ കേസ്. ഇപ്പോൾ LDF അധികാരത്തിലെത്തി രണ്ടാം പിണറായി സർക്കാരിന്റെ കാലത്ത് വീണ്ടും അത് ഉടലെടുത്ത് വന്നിരിക്കുകയാണ്. ഇക്കുറി ടൂറിസം എക്സൈസ് വകുപ്പിനെതിരെയാണ് ഈ മദ്യനയ കേസ് വലിയ വിവാദമായിരിക്കുന്നത്. എല്ലാ മാസവും 1-ാം തീയതി ആചരിക്കുവാറുള്ള ഡ്രൈ ഡേ ഒഴിവാക്കണം എന്നതടക്കമുള്ള പല ഭേദഗതികളും പുതിയ മദ്യനയ കേസിൽ ഉൾപ്പെടുത്തുവാൻ വേണ്ടി ലക്ഷങ്ങൾ ബാർ ഉടമകളുടെ കയ്യിൽ നിന്ന് വാങ്ങി എന്നുള്ളതിന്റെ ശബ്ദരേഖകളായിരുന്നു കഴിഞ്ഞ ദിവസം മാധ്യമങ്ങളിൽ മുഴുവൻ ചർച്ചയായിരുന്നത്. ഇപ്പോൾ അതിനുള്ള മറുപടിയുമായി തിരിക്കുകയാണ് മന്ത്രി MB രാജേഷ്. ടൂറിസത്തെ കുറിച്ചാണ് പിന്നെ വലിയ ആക്ഷേപം പറഞ്ഞത്. ടൂറിസം മന്ത്രിയാണോ എക്സൈസ് വകുപ്പ് കൈകാര്യം ചെയ്യുന്നത്? ടൂറിസവും മദ്യ വ്യവസായവും തമ്മിൽ എക്കാലത്തും ബന്ധമുണ്ടെന്ന് ഞാൻ സഭയിൽ വിശദീകരിച്ചു. ടൂറിസം സെക്രട്ടറിയെ ഇതിനെക്കുറിച്ച് പഠിക്കാൻ UDF ഗവൺമെന്റ് ചുമതലപ്പെടുത്തിയതിന്റെ രേഖയും അവിടെ വായിച്ചു. ഇത് ഈ അബ്കാരി ചട്ടങ്ങളിൽ തന്നെ പറയുന്നുണ്ടേ. എങ്ങനെയാണ് ബാർ ലൈസൻസ് അനുവദിക്കുന്നത്? ബാർ ലൈസൻസ് അനുവദിക്കുന്നത് സ്റ്റാർ പദവിയുടെ അടിസ്ഥാനത്തിൽ ആണ്. സ്റ്റാർ പദവി ആരാ നിശ്ചയിക്കുന്നത്? ടൂറിസം വകുപ്പ്. ഇവിടുത്തെ അല്ല കേട്ടോ, കേന്ദ്ര ടൂറിസം വകുപ്പാണ്. ആ സ്റ്റാർ പദവിയുടെയും എക്സൈസ് നടത്തുന്ന പരിശോധനകളുടെയും അടിസ്ഥാനത്തിലാണ് ബാറുകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നത്. ഇനി ശ്രദ്ധിച്ചു കേൾക്കണം, വിദേശ മദ്യ ചട്ടത്തിൽ പറയുന്ന കാര്യമാണ്. ചട്ടം 13(3) പറയുന്നത് ലൈസൻസ് ഇൻ ദിസ് ഫോം മേ ബി ഇഷ്യൂഡ് ബൈ എക്സൈസ് കമ്മീഷണർ അണ്ടർ ഓർഡേഴ്സ് ഓഫ് ഗവൺമെന്റ് ഇൻ ദ ഇൻട്രസ്റ്റ് ഓഫ് ടൂറിസം പ്രൊമോഷൻ. ടൂറിസം പ്രൊമോഷന് വേണ്ടിയാണ് ബാർ ലൈസൻസ് കൊടുക്കുന്നത് എന്ന് ചട്ടത്തിൽ തന്നെ പറയാണ്. അപ്പോഴാണ് ടൂറിസത്തിന് എന്ത് കാര്യം എന്നൊക്കെ ചോദിക്കുന്നത്. ഏതാ? അല്ല, അത് സാങ്കല്പിക കാര്യം പറയാൻ. ഞാനിപ്പോ പറഞ്ഞ കാര്യങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചോദിക്കുന്നുണ്ടെങ്കിൽ ചോദിക്കും. ഞങ്ങൾ ചർച്ച 12-ാം തീയതി തുടങ്ങുകയാണ്. 12-ാം തീയതിയെ തുടങ്ങാൻ പോകുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ജനിക്കാത്ത കുഞ്ഞിന്റെ ജാതകമാണ് എഴുതിക്കൊണ്ടിരിക്കുന്നതെന്ന്. ഈ ജൂൺ 12-ന് ചർച്ച ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ആദ്യത്തെ ചർച്ച 12-ന് വെച്ചിരിക്കുക. അല്ല, അതെല്ലാ കാലത്തും വന്നിട്ടുണ്ടല്ലോ. ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളെല്ലാം വാർത്ത കൊടുത്ത കാര്യം. കഴിഞ്ഞ തവണ ഈ എക്സൈസ് നയം പ്രഖ്യാപിക്കാൻ ഞാൻ പത്രസമ്മേളനം നടത്താനിരിക്കുകയാണ്. അപ്പോൾ വാർത്ത വരുന്നു ഇങ്ങനെ എന്ന് പറഞ്ഞിട്ട് പലരും വിളിക്കുകയാണ്. ഡ്രൈ ഡേ എക്സൈസ് നയം അല്പസമയത്തിനകം പ്രഖ്യാപിക്കും, ഡ്രൈ ഡേ എടുത്തു കളഞ്ഞോ? എല്ലാ കാലത്തും ഇത് പറഞ്ഞിട്ടില്ലേ? അതാ ഞാൻ പറഞ്ഞത്, ഇവരുടെ സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ പുതിയ ആവശ്യമില്ല. എത്രയോ കാലം UDF സർക്കാരിന്റെ കാലത്ത് ആവശ്യം പറയുന്നുണ്ടല്ലോ. അവരതിനെ പറ്റി പഠിക്കാൻ കമ്മിറ്റി വെച്ചതാണല്ലോ. അതിലെന്താ പുതുമ? ഒന്നാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടത്, എക്സൈസ് നയം ടൂറിസം ഡയറക്ടർക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാൻ പറ്റുന്ന ഒന്നല്ല. കഴിഞ്ഞ വർഷം തീരുമാനിച്ചത് എക്സൈസ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടത്തിയിട്ടാണ്. ഇപ്പോൾ നിങ്ങളോട് പറയാവുന്ന കാര്യമാണല്ലോ. ഞങ്ങളെങ്ങനെ നയം രൂപീകരിക്കുന്നത്? സ്റ്റേക്ക് ഹോൾഡേഴ്സുമായിട്ട് ചർച്ച ചെയ്യും. അവരുടെ എല്ലാം അഭിപ്രായങ്ങൾ അറിയും. ആ അഭിപ്രായങ്ങൾ അറിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു കരട് നയം വിവിധ വകുപ്പുകളുടെ അഭിപ്രായം എടുക്കും. IT, വ്യവസായം, ടൂറിസം, എല്ലാവരുടെയും അഭിപ്രായങ്ങൾ എടുക്കും. ഫിനാൻസ്, ഒരു വകുപ്പല്ല, അനേകം വകുപ്പുകളുടെ അഭിപ്രായങ്ങൾ ഇതിൽ ആവശ്യമാണ്. ഞാൻ പറഞ്ഞോട്ടെ, ഇതൊന്ന് തീർന്നോളൂ. ആ അഭിപ്രായം എടുത്ത് കരട് നയം തയ്യാറാക്കും. കരട് നയം സ്വാഭാവികമായും CPIM ചർച്ച ചെയ്യും, LDF ചർച്ച ചെയ്യും, പിന്നെ ക്യാബിനറ്റും ചർച്ച ചെയ്ത് അംഗീകരിക്കും. ഇത്രയും ഘട്ടങ്ങളുണ്ട്. അതിന്റെ ആദ്യത്തെ ആലോചന 12-ാം തീയതി നടത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോഴേക്കും വിവാദം വന്നു. അത് ഞാൻ പറയാം. അതായത് ഈ ടൂറിസത്തിന് കിട്ടിയ അനേകം നിവേദനങ്ങളുണ്ട് സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ. ആ നിവേദനങ്ങളിലെല്ലാം ഒന്നാമത്തെ ആവശ്യം ഡ്രൈ ഡേ മദ്യനയത്തിൽ മാറ്റം വേണം എന്നതാണ്. ഡ്രൈ ഡേ മാത്രമല്ല, മദ്യനയത്തിൽ മാറ്റം വേണം എന്നതാണ്. വേറെയും കുറെ ഹൗസ് ബോട്ട് ഉടമകളുണ്ട്, അവർക്കിതല്ല ആവശ്യം. അല്ല, അവരുടെ പ്രധാന വിഷയം ഇതല്ല. പക്ഷേ എല്ലാവരുടെയും ഈ പ്രധാന സ്റ്റേക്ക് ഹോൾഡേഴ്സിന്റെ എല്ലാം ഒന്നാമത്തെ ആവശ്യം മദ്യനയം സംബന്ധിച്ച് ചർച്ച ചെയ്യണം എന്നുള്ളതാണ്. സ്വാഭാവികമായിട്ടും ടൂറിസം വകുപ്പ് അവരുടെ അഭിപ്രായം അറിയിക്കുമല്ലോ. അപ്പൊ അവര് എല്ലാ വിഷയവും രേഖപ്പെടുത്താൻ പറ്റാത്തത് കൊണ്ട് രേഖപ്പെടുത്തിപ്പോയ വിഷയം ഇതായിപ്പോയി. അത്രയേ ഉള്ളൂ. ആ ഒറ്റ കാര്യത്തിലാണ് ഇപ്പൊ പ്രതിപക്ഷത്തിന് പറയാനുള്ളത്. രേഖപ്പെടുത്തിയ വിഷയം ഇതായിപ്പോയി, യാദൃശ്ചികമായിട്ട് അതായിപ്പോയി. അത് മാത്രമല്ലല്ലോ അതിൽ ചർച്ച ചെയ്ത വിഷയം, അതിനെക്കുറിച്ച് മിണ്ടുന്നില്ലല്ലോ. നിരവധി വിഷയങ്ങൾ അവിടെ ചർച്ച ചെയ്തു. അത്രേ അതിൽ സംഭവിച്ചിട്ടുള്ളൂ. പിന്നെ അവിടെ ചർച്ച ചെയ്തതുകൊണ്ട്
നയം രൂപീകരിക്കാൻ പറ്റില്ല എന്ന് എല്ലാവർക്കും അറിയാം. കഴിഞ്ഞ തവണ ഒരു നയം നമ്മൾ രൂപീകരിച്ചില്ല, അതിന് മുമ്പത്തെ തവണ നയം രൂപീകരിച്ചല്ലോ. അന്നൊക്കെ ഇതേ ടൂറിസം വകുപ്പ് അഭിപ്രായം പറഞ്ഞിട്ടില്ലേ? പക്ഷെ നയം എക്സൈസ് അല്ലേ ഉണ്ടാക്കിയത്. അല്ല, ഞങ്ങൾ ചർച്ച നടത്തിയിട്ടില്ലല്ലോ, പിന്നെ എങ്ങനെ ഇപ്പൊ പറയാ? ചർച്ച നടത്തിയിട്ടില്ല. ഞാൻ എൻ്റെ സ്റ്റേജ് ഞാൻ പറഞ്ഞു, 12-13 തീയതികളിൽ സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് ചർച്ച, വിവിധ വകുപ്പുകൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെടുക്കും, എന്നിട്ട് ഡ്രാഫ്റ്റ് പോളിസി ഉണ്ടാക്കും. ആ ഡ്രാഫ്റ്റ് പോളിസി പാർട്ടിയിലും മുന്നണിയിലും ചർച്ച ചെയ്യും, ക്യാബിനറ്റിൽ ചർച്ച ചെയ്യും. അതല്ലേ അതിൻ്റെ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ. അല്ല, ഞാൻ പറഞ്ഞല്ലോ, ശ്രദ്ധിക്കുന്നില്ല എന്ന് തോന്നുന്നു മറുപടി പറഞ്ഞതെന്ന്. ഞാനിവിടെ വായിച്ച് കേൾപ്പിച്ചത് ഒന്നും കൂടി പറയാം, ഇനി ആ ചോദ്യം ആവർത്തിക്കാൻ. പിന്നെന്താ സംശയം? അതിനെപ്പറ്റിയല്ല ഞാൻ പറഞ്ഞത്, പണം പിരിക്കാൻ നടത്തുന്ന ശ്രമങ്ങളെക്കുറിച്ച് ഇനി വല്ല സംശയമുണ്ടോ? ഇനി വല്ല സംശയമുണ്ടോ? പ്രതിപക്ഷം പറയുന്ന ഈ വ്യാജമായ കാര്യം ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടാണ് നിങ്ങളുടെ മനസ്സിൽ ഇപ്പോഴും അത് കിടക്കുന്നത്. നിങ്ങളുടെ കുറ്റം കൊണ്ടല്ല, അവരത്ര ശക്തമായിട്ട് പറഞ്ഞതുകൊണ്ട് ആളുകൾക്ക് എത്ര വലിയ തെറ്റിദ്ധാരണ ഉണ്ടാകുന്നതിൻ്റെ ഉദാഹരണമാണ്. കാര്യങ്ങളെല്ലാം വളരെ കൃത്യമായി UDF-ന് ബോധ്യപ്പെടുന്ന തരത്തിൽ തന്നെയാണ് എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷ് കാര്യങ്ങൾ വ്യക്തമാക്കിയിട്ടുള്ളത്. UDF ഭരണകാലത്ത് തന്നെ ഡ്രൈ ഡേ ഒഴിവാക്കണമെന്ന ആവശ്യം അന്ന് ബാർ ഉടമകൾ ഉന്നയിച്ചിരുന്നുവെന്നും ആ വിഷയത്തിൽ കാര്യമായ രീതിയിലുള്ള ചർച്ചയും UDF മന്ത്രിസഭയിൽ നടത്തിയിരുന്നുവെന്നുമാണ് MP രാജേഷ് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മറ്റൊന്ന്, എക്സൈസ് ടൂറിസം വകുപ്പ് തമ്മിലുള്ള ബന്ധവുമായി ബന്ധപ്പെട്ടുള്ള കാര്യമാണ്. അത് തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര സർക്കാരാണെന്നും ആ തീരുമാനപ്രകാരം മാത്രമാണ് ഇടതുപക്ഷ സർക്കാർ എല്ലാം ചെയ്തിട്ടുള്ളതെന്നുമാണ് MP രാജേഷ് വ്യക്തമാക്കുന്ന പ്രധാനപ്പെട്ട രണ്ടാമത്തെ കാര്യം. എന്തായാലും വലിയ അഴിമതിയായി ഉന്നയിച്ച് മുൻപോട്ട് കൊണ്ടുവന്ന UDF-ന്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ മുൻപോട്ട് കൊണ്ടുവന്ന വിഷയത്തിന് കൃത്യമായ മറുപടി മാധ്യമങ്ങൾക്ക് മുമ്പിലൂടെ നൽകിയിരിക്കുകയാണ് മന്ത്രി MP രാജേഷ്.